ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആർജ വിക്ടർ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി ഒത്തിരി പേർക്ക് ഇതൊരു ഉപകാരമായി മാറട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കുമുള്ള വിസ തട്ടിപ്പുകളെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒത്തിരി പേര് അതിനുശേഷം അയ്യോ ഞങ്ങൾക്കും പൈസ പോയി ചേട്ടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്നും ചോദിച്ചിട്ട് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. എനിക്ക് സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ തരത്തിലുള്ള റിപ്ലൈകളും ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. കുറച്ച് സമയമെടുത്താലും വരുന്ന മെസ്സേജുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം, എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ്. ചേട്ടൻ വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളെ കുറിച്ച് പറഞ്ഞു, എങ്ങനെ ഇവരെ തിരിച്ചറിയാം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എങ്ങനെ വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളെ തിരിച്ചറിയാമെന്നാണ്. ഞാൻ ഓൾറെഡി പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇതാണ്: IELTS OET വേണ്ട, നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും അയർലൻഡിലേക്കും UK-ലേക്കും കാനഡയിലേക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വ്യാജ പരസ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ, ഇൻ്റർനെറ്റിൽ, ഫേസ്ബുക്കിലും ഗൂഗിളിലും വാട്സപ്പിലും ഒക്കെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഏജൻസി അത് വ്യാജനാണോ ഒറിജിനലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ആദ്യം ഓർക്കുക, വ്യാജന്മാർ പോലും നിങ്ങൾക്ക് വിസയുടെ കോപ്പിയും അതുപോലെ ഓഫർ ലെറ്ററും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും, എങ്കിലും അത് വ്യാജനായിരിക്കും. എങ്ങനെ അവരെ തിരിച്ചറിയാം? അതിനുള്ള ഒന്നാമത്തെ വഴി, ആദ്യം തന്നെ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുബായിലോ ഖത്തറിലോ കുവൈത്തിലോ ഒമാനിലോ സൗദിയിലോ ബഹ്റൈനിലോ ഉള്ള കമ്പനികളൊന്നുമല്ല, അതുപോലെ നാട്ടിലുള്ള കമ്പനികളൊന്നുമല്ല ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. പ്രധാനമായിട്ടും അങ്ങനെയുള്ള കമ്പനികൾ ഇല്ല എന്നല്ല, വളരെ വിരളമാണ്. അങ്ങനെയുള്ള കമ്പനിയെ ഒന്നും ഇവിടെ ഓസ്ട്രേലിയയിലോ അതുപോലെ ന്യൂസിലൻഡിലോ ഉള്ള കമ്പനികൾ അവർക്ക് എംപ്ലോയേഴ്സിന് ജോലിക്കാരെ വേണം എന്നും പറഞ്ഞ് അവരെ സമീപിക്കില്ല. അതുകൊണ്ട് അവരൊന്നുമല്ല ഇങ്ങോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒരു ഏജൻസി നിങ്ങളോട് പറയുകയാണ് ന്യൂസിലൻഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, IELTS OET ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഇതാണ് സാലറി, നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓസ്ട്രേലിയയിലാണെങ്കിൽ അവരോട് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ ABN നമ്പർ? ABN നമ്പർ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ. ഇവിടെ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണോ അല്ലയോ എന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവർക്ക് ABN നമ്പർ ഇല്ലെങ്കിൽ ദയവേത് അതിന് പോകരുത്. ന്യൂസിലൻഡിൻ്റെ ആണെങ്കിൽ NZBN നമ്പർ, അതായത് ന്യൂസിലൻഡ് ബിസിനസ് നമ്പർ. എന്ത് കമ്പനി, അത് റിക്രൂട്ട്മെൻറ്റ് കമ്പനി ആണെങ്കിലും എന്ത് കമ്പനികളാണെങ്കിലും ന്യൂസിലൻഡിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവർക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. അത് അവരോട് ചോദിക്കുക. അവർക്കതില്ല എങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, ഇത് വെറും പേപ്പർ കമ്പനിയാണ്, നിങ്ങളെ പറ്റിക്കാനാണ്. രണ്ടാമത് അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ചോദിക്കുക. ആ വെബ്സൈറ്റിൽ കയറി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക. വെബ്സൈറ്റും ഫേക്ക് ആയിട്ട് ഉണ്ടാക്കാം, എങ്കിൽ പോലും വെബ്സൈറ്റ് നോക്കിയാൽ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അവർക്ക് വെബ്സൈറ്റ് ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ ഒരു പണിക്ക് നിൽക്കരുത്. അടുത്തത് അവരുടെ ഫുൾ അഡ്രസ്സ് ചോദിക്കുക. ഫുൾ അഡ്രസ്സ് എന്ന് ഞാൻ പറയുന്നത് വിത്ത് പിൻകോഡാണ്. നമ്മുടെ നാട്ടിലേക്കാളും സീരിയസ് ആണ് ഇവിടെ പിൻകോഡ് എന്ന് പറയുന്ന ഒരു കാര്യം. ആ പിൻകോഡ് വെച്ച് നമുക്കെല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അവരുടെ പിൻകോഡ് ചോദിക്കുക. ന്യൂസിലൻഡിലാണെങ്കിലും ഓസ്ട്രേലിയ, എനിക്ക് ഈ രണ്ട് രാജ്യത്തെ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നത്. എനിക്ക് എല്ലാം അറിയാവുന്നതെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. UK ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും കാനഡ ആണെങ്കിലും അവരുടെ പിൻകോഡ് ചോദിക്കുക വിത്ത് ഫുൾ അഡ്രസ്, സ്ട്രീറ്റ് നമ്പർ അല്ലെങ്കിൽ ബിൽഡിംഗ് നമ്പർ, ഓഫീസ് നമ്പർ വിത്ത് പിൻകോഡ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരു പിൻകോഡ് ഉണ്ടോ എന്നൊക്കെ ഗൂഗിളിൽ നിങ്ങൾ ആ പിൻകോഡ് അടിച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അഡ്രസ്സ് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പരിധിവരെ സാധിക്കും. അടുത്തതായി അവരോട് ചോദിക്കേണ്ടത് ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ അതിൽ മേടിച്ചിട്ട് വിളിച്ചു നോക്കുക. ദയവായിട്ട് ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ കണ്ടാൽ അതിൽ അങ്ങനെ മൊബൈൽ നമ്പർ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവർക്ക് പൈസ കൊടുക്കരുത്, പൈസ പോകും. ഇനി അടുത്തത്, അവർക്ക് ഇമെയിൽ ID ഉണ്ടോ എന്ന് ചോദിക്കുക. അവരുപയോഗിക്കുന്നത് ജിമെയിലോ യാഹു ഔട്ട്ലുക്കോ അങ്ങനെയുള്ള മെയിലുകളാണെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ പുറകെ പോകരുത്. അത് ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമെയിലാണെന്ന് നിങ്ങൾക്കറിയാം, ഫ്രീ ഓഫ് കോസ്റ്റ്. അവർക്ക് അവരുടെ കമ്പനി ഡൊമൈനിൽ, ഫോർ എക്സാമ്പിൾ www.com, abcrecruitment.com എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഒരു പരിധി വരെ അവർ വിശ്വസനീയമായിരിക്കും. 100% എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി അവർ നിങ്ങളോട് പൈസ ആവശ്യപ്പെടുകയാണെന്ന് വിചാരിച്ചോ, ആദ്യത്തെ കാര്യം, ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ ഒരു കമ്പനിയും നിങ്ങളുടെ അടുത്ത് പൈസ മേടിച്ചിട്ട് നിങ്ങളെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യില്ല. അത് അവർ ചെയ്യുന്നത്, ഈ പറയുന്ന എംപ്ലോയേഴ്സാണ് ഈ റിക്രൂട്ട്മെൻറ്റ് കമ്പനികൾക്ക് പൈസ കൊടുക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഗൾഫിലുള്ള കമ്പനികളൊന്നുമല്ല ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങൾ ആകെപ്പാടെ ഓസ്ട്രേലിയയിലാണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും വിസയുടെ പൈസ അത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ പോളിസി അങ്ങനെയാണ്. വിസ കമ്പനി നമ്മളെ സ്പോൺസർ ചെയ്തു എന്ന് പറഞ്ഞാലും അവരും ഗവൺമെൻറ്റിന് ഒരു ഫീസ് അടയ്ക്കണം. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഫീസ് അടച്ചാൽ മാത്രമേ വിസകൾ പ്രോസസ്സ് ആവുകയുള്ളൂ. ഒട്ടുമിക്ക എല്ലാ വിസകൾക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് മസ്റ്റാണ്. കാരണം അത് ഇവിടുത്തെ ഭാഷയാണ്. ഈ രാജ്യങ്ങളിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷ്, അതറിയാവോ ഇല്ലയോ നോക്കുക. അത് എന്ത് ഊമയായിട്ടുള്ള ജോലിക്ക് മാത്രം, അങ്ങനെ ഒരു ജോലി എന്തായാലും ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. അതിന് എല്ലാ ജോലികൾക്കും നിങ്ങൾക്ക് മെഡിക്കലും നിങ്ങൾ എടുക്കണം. പ്ലസ് മെഡിക്കൽ വേണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ വിചാരിച്ചോ ദാറ്റ് ഈസ് ഫേക്ക്. അപ്പോൾ മെഡിക്കൽ നിങ്ങൾ എടുക്കണം, ലാംഗ്വേജ് ടെസ്റ്റും വേണം.
പിന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും കമ്പനികൾ നിങ്ങളോട് പൈസ ചോദിക്കുകയാണെങ്കിൽ അവർ പറയുകയാണ് പേപ്പാൽ വഴി പേ ചെയ്യാം, ഗൂഗിൾ പേ വഴി പേ ചെയ്യാം, ഇങ്ങനെ എന്തെങ്കിലും വഴി പേ ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക അത് ഫേക്കാണ്. ഒരിക്കലും ഒരു കമ്പനിയും അങ്ങനെ നിങ്ങളുടെ അടുത്ത് പൈസ മേടിക്കില്ല. ഇങ്ങനെയുള്ള പൈസ ഒഫീഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ദാറ്റ് വിൽ ബി ത്രൂ ദ ബാങ്ക് അക്കൗണ്ട് വഴി അവരുടെ ഫുൾ അഡ്രസ്സ്, ഇവിടെയാണെങ്കിൽ BSB നമ്പർ എന്ന് പറയും, ബാങ്കിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെയുള്ള നമ്പേഴ്സ് മേടിച്ചിട്ട് മാത്രമേ ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഇല്ല എങ്കിൽ, ഇതിലേതെങ്കിലും ഒരെണ്ണം കുറവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ആ കമ്പനി ഉറപ്പായിട്ടും ഫേക്ക് കമ്പനി ആയിരിക്കും. ഞാൻ തുറക്കാത്ത ഒത്തിരി മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ട്. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ റിപ്ലൈ പറയാത്തത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്നവരെല്ലാം പൈസ കൊടുത്തതിന് ശേഷമാണ് ഇവിടെ മെസ്സേജ് അയക്കുന്നത്, ചേട്ടാ ഇത് ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ ഒരു സഹോദരി, ഒരു പുള്ളിക്കാരി ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു, അവർക്ക് കിട്ടിയ ഓഫർ ലെറ്റർ ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കിപ്പോൾ മന്ത്ലി സാലറി എന്നൊക്കെ പറഞ്ഞാണ് ഓഫർ ലെറ്റർ കിട്ടുന്നതെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കോളൂ അത് ഫേക്കാണ്. ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും സാലറി സിസ്റ്റം മന്ത്ലി അല്ല. ഇവിടെ കിട്ടുന്ന സാലറി സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫോർട്ട്നൈറ്റ് അല്ലെങ്കിൽ വീക്കിലി ആയിരിക്കും. ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം സാലറി കിട്ടും. ഇനി നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് $50 വെച്ച സാലറി അല്ലെങ്കിൽ $25 വെച്ച സാലറി എന്നൊക്കെ പറയും. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 2 രാജ്യത്തും നിങ്ങൾ ടാക്സ് കൊടുക്കണം. അതായത് കിട്ടിയാൽ ഏകദേശം 25%, 30%, 33% നിങ്ങളുടെ പൈസ കട്ടാവും. അതായത് $1000 നിങ്ങൾക്ക് കിട്ടിയാൽ അതിൽ $300 ഗവൺമെൻറ് പിടിക്കും. അതായത് ടാക്സ് കട്ടായതിനു ശേഷമേ കിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ ന്യൂസിലൻഡിലെ വർക്ക് വിസകൾക്ക് പറയുക അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്നാണ്. അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയ്ക്ക് മിനിമം $29, 29.06, 29.6 ആണ് തോന്നുന്നു. അതാണ് മിനിമം സാലറി സ്കെയിൽ. അതിന് താഴോട്ട് ആണ് സാലറി എങ്കിൽ അത് അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ അല്ല, പറ്റിക്കുന്നതാണ്. അതുകൊണ്ട് ദയവേത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് എല്ലാം ഗ്രീൻ ടിക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് അവർക്കുണ്ടെങ്കിൽ മാത്രമേ അതൊരു ഒറിജിനൽ ഏജൻസി ആകുള്ളൂ. ദയവേത് അല്ലാത്ത ഏജൻസികൾക്ക് ആരും നിങ്ങൾ ദയവേത് പൈസ കൊടുത്ത് പറ്റിക്കപ്പെടരുത്. എത്ര പേരാണെന്നറിയോ പൈസ പോയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത്? എന്താ ചെയ്യുക? ഒരു പരിധി വരെ നമ്മളെല്ലാം ഹെൽപ്ലെസ് ആണ്. കാരണം അയച്ചിരിക്കുന്നത് ഗൂഗിൾ പേ വഴിയോ അങ്ങനെ യാതൊരു ഡോക്യുമെൻസും ഇല്ലാതെ അയച്ചിരിക്കുന്നത്, അതൊന്നും തിരിച്ചു കിട്ടാൻ ഒരു വഴിയില്ല. ആരെയും നിരാശരാക്കാൻ വേണ്ടിയല്ല. ദയവായി ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും നമ്മുടെ മലയാളികളെ പറ്റിക്കുന്ന പരിപാടി ദയവായിട്ട് കുറച്ചെങ്കിലും കുറയ്ക്കാൻ ഈ വീഡിയോ സഹായകരമാവുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലും വീഡിയോയും കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും ഒരു ഉപകാരമാകട്ടെ. ഞാൻ യാതൊരു ഏജൻസിയുടെയും ആളല്ല, എനിക്ക് യാതൊരു ഏജൻസിയുമായിട്ട് പേഴ്സണൽ കോൺടാക്റ്റും ഇല്ല, ഞാനൊരു ഏജൻസിയെ പേഴ്സണലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതുമില്ല. നിങ്ങൾക്ക് ജോലി കണ്ടെത്താൻ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായ മാർഗ്ഗം seek.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിലാണ് എല്ലാ എംപ്ലോയീസൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. മാക്സിമം ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത് അതുവഴി തന്നെയാണ്. ഓസ്ട്രേലിയയിലേക്കാണെങ്കിൽ, ഇപ്പോൾ ക്യൂൻസ്ലാൻഡിൻ്റെ ഗവൺമെൻറ് ജോബ്സ്, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണെങ്കിൽ അത് സ്മാർട്ട് ജോബ്സ് എന്ന് പറയുന്ന സൈറ്റിൽ കൂടിയായിരിക്കും. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും seek.com വഴി തന്നെ നിങ്ങൾ ജോലികൾ നോക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ട്രേഡ് മീ, അങ്ങനെ കുറച്ച് സൈറ്റുകളുണ്ട്. അതല്ലെങ്കിൽ ദയവേത് ഈ കാണുന്ന ഏജൻസികൾ HCA ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നവർക്ക് ദയവേത് പൈസ കൊടുക്കരുത്. നിങ്ങളുടെ CV പോലും അയച്ചു കൊടുത്ത് പറ്റിക്കപ്പെടരുത്. പൈസ പോയാൽ പോയത് തന്നെ. പ്രത്യേകിച്ച് ഓർക്കുക, ഗൾഫിലും ഇസ്രായേലിലൊക്കെ വലിയ തോതിൽ ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൾഫിൽ നിന്നൊന്നും അല്ല ആരും ഇങ്ങോട്ട് ന്യൂസിലൻഡിലേക്ക് ഓസ്ട്രേലിയയിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം. അതുപോലെ തന്നെ പേപ്പർ ഈ ഡോക്യുമെൻറ്റേഷൻ ക്ലിയറൻസ് ചെയ്യുന്ന കമ്പനി, എമിഗ്രേഷൻ വർക്ക് ചെയ്യുന്ന കമ്പനി, ഇങ്ങനെയുള്ള ചെറിയ കമ്പനികളിൽ ഒന്നും കൊണ്ട് പൈസ കൊടുക്കരുത്. അവരൊന്നും അല്ല ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.